നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൂടൽമാണിക്യം ദേവസ്വത്തിൽ ജോലിയിലെ ജാതി വിവേചന വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരെന്ന് ദേവസ്വം ചെയർമാൻ. കഴകം ജോലി പ്രവൃത്തിയിൽ തുടരാൻ ജീവനക്കാരനെ പിന്തുണ നൽകുമെന്നും ദേവസ്വം. പാതി വഴിയിൽ നിർത്തിയ കൈമുക്ക് ജലസേചന പദ്ധതിക്ക് പുനരുജ്ജീവനം. പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ ജലസേചന പദ്ധതിയാണ് പമ്പിംഗ് നടത്താനാകാതെ ഉപേക്ഷിച്ചിരുന്നത്. ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രം. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ദേശപകർച്ചാ വിതരണം ആരംഭിച്ചു. 11 കിലോയിലധികം കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ മണ്ണുത്തി പോലീസിന്റെ പിടിയിലായി. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സൂഫൽ, ഭട്ടുപുര സ്വദേശി സുർജിത് ദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് 2 കാട്ടുപോത്തുകളെ എത്തിച്ചു. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നാണ് 2 കാട്ടുപോത്തുകളെ എത്തിച്ചത്. മീൻചൂണ്ടയുടെ കൊളുത്ത് കൺപോളയിൽ കുത്തിക്കയറിയ യുവാവിനെ ഫയർഫോഴ്സ് രക്ഷകരായി. പാലക്കാട് സ്വദേശി അത്താണി വീട്ടിൽ അൻസാറിനാണ് കുന്നംകുളം അഗ്നിശമന സേന രക്ഷകരായത്. ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് KSU SFI അക്രമ സംഭവങ്ങളെ തുടർന്ന് 38 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യം ലഭിച്ചവർക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. KSU ജില്ലാ ജനറൽ സെക്രട്ടറി സാരംഗ് തിരുവില്ലാമല, താര ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ദേശീയ വൈസ് പ്രസിഡന്റായി ഹംസ M അലിയെ തിരഞ്ഞെടുത്തു. നിലവിൽ തൃശൂർ സീനിയർ ചേംബറിന്റെ പ്രസിഡന്റായ ഹംസ M അലി വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശിയാണ്. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരൻ പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങരയെ അനുസ്മരിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോൾ കൈതാരത്ത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല മലേശമംഗലം HLP സ്കൂളിൽ പഞ്ചായത്ത് തല പഠനോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഉദ്ഘാടനം ചെയ്തു. ഒരുമണിയൂർ ശ്രീ നെടിയംകുളങ്ങര ഭഗവതി ക്ഷേത്രം വൈലി മഹോത്സവം വർണ്ണാഭമായി. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുപറമ്പിൽ NA ശങ്കരൻകുട്ടി കാർമ്മികത്വം വഹിച്ചു. പെരിങ്ങനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. 3 ആനകളുടെ അകമ്പടിയോടെ കാഴ്ച ശീവേലി നടന്നു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായുള്ള തിരുനാൾ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. മറ്റം ഫൊറോനോ പള്ളി വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് സാളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. റൂറൽ ജില്ലാ പോലീസ് മേധാവി SP B കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ കൊടിയേറ്റം നടന്നു. വികാരി ഫാദർ ലിയോ പുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 19-നാണ് ഊട്ടുതിരുനാൾ. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ചേംബറിൽ ഉന്നതതല യോഗം ചേർന്നു. KK രാമചന്ദ്രൻ MLA, KSRTC MD പ്രമോദ് ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ബസിൽ സഹയാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച മുഹമ്മദ് അസ്ലമിനെ അഭിനന്ദനം. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, നിർമ്മൽ കുമാർ, ജയകൃഷ്ണൻ, നന്ദകുമാർ എന്നിവർ മുഹമ്മദ് അസ്ലമിന്റെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിക്കുന്ന പ്രണാമം പരിപാടി ശനിയാഴ്ച സംഘടിപ്പിക്കും. മന്ത്രി ഡോക്ടർ R ബിന്ദു അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ കൊമേഴ്സ് ബിരുദാനന്തര ബിരുദ വിഭാഗവും തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷനും ചേർന്ന് റിയൂണി കൊമേഴ്സ് ദിനം ആചരിച്ചു.
സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ തുടങ്ങിയവർ സംസാരിച്ചു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പ്രസിഡന്റ് VB സമീറയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെ സംഗമം സംഘടിപ്പിച്ചു. വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ അസീസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. CBSE തൃശൂർ സഹോദയ കലാപുരസ്കാരം ദേവമാതാ സ്കൂളിലെ സൂസൻ പോൾ കരസ്ഥമാക്കി. തൃശൂർ ജില്ലയിലെ CBSE സ്കൂളുകളിൽ നിന്ന് മികച്ച കലാധ്യാപകർക്കുള്ള പുരസ്കാരമാണ് നൃത്താധ്യാപികയായ സൂസൻ പോൾ കരസ്ഥമാക്കിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് തുടങ്ങി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം അപമാനകരമാണെന്നും ഇതിനെതിരെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും SNDP യോഗം യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി. നാളെ വൈകിട്ട് പൂതക്കുളം മൈതാനിയിൽ നിന്ന് ക്ഷേത്രത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ LSD കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. DYSP VK രാജുവാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ. വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലേക്കുള്ള പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. തിരുവമ്പാടി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസാദ ഊട്ടും തിരുവമ്പാടി ശിവസുന്ദർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ആറാട്ട് ദിവസമായ 17 വരെ ദിവസവും രാവിലെ 10:30 മുതൽ 1:30 വരെ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു ധർണ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പ്രധാന ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന ജോലികൾ തുടങ്ങി. ജല അതോറിറ്റിയുടെ കുന്നംകുളം സെക്ഷന്റെ കീഴിലുള്ള കേച്ചേരി മുതൽ അക്കിക്കാവ് വരെയുള്ള ഭാഗങ്ങളിലാണ് പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോനോ പള്ളിയിൽ മോഷണ ശ്രമത്തിനിടെ മോഷ്ടാവിനെ കൈയോടെ പിടികൂടി. അടിമാലി സ്വദേശി പത്മനാഭനെയാണ് പ്രത്യേക അന്വേഷണ സംഘം തന്ത്രപൂർവ്വം കുടുക്കിയത്. പെരിങ്ങനം പഞ്ചായത്തിൽ ശുചിത്വ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 3 പീടിക മാർക്കറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ദിനങ്ങൾ അവസാനിക്കുന്നതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് അന്തിക്കാട് യൂണിറ്റ് പ്രവർത്തക സംഗമവും റമദാൻ കിറ്റ് വിതരണവും നടത്തി. മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ നാസർ ഹാജി പതിപ്പറമ്പത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. SDPIയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 മാസം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PR സിയാദ്. ഈ മാസം 15 മുതൽ ഏപ്രിൽ 15 വരെയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പൊങ്ങണംകാട് റോയൽ ഫിറ്റ്നസ് ക്ലബിന്റെയും സെന്റ് റാഫേൽ റോയൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വയം പ്രതിരോധ പരിശീലനവും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. വിയൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KV സൂരജ് ക്ലാസ് എടുത്തു. കടപ്പുറം ബ്ലാങ്ങാട് തെങ്ങുകൾ മുറിക്കുന്നതിനിടെ വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ ലഭിച്ചു. കറുപ്പം വീട്ടിൽ ആരിഫിന്റെ വീട്ടുവളപ്പിലെ തെങ്ങു മുറിക്കുന്നതിനിടെയാണ് 3 വെള്ളിമൂങ്ങ കുഞ്ഞുങ്ങളെ ലഭിച്ചത്. ഗ്രാമീണ റോഡ് നവീകരണത്തിനും ജലസംരക്ഷണത്തിനും ഊന്നൽ നൽകി എളവള്ളി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 31.72 കോടി രൂപ വരവും 31.14 കോടി രൂപ ചിലവും 57.43 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അവതരിപ്പിച്ചത്. തിരുവില്ലാമല കണിയാർക്കോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പൻകാവ് താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി വടക്കുമുടി ദേശത്തിന്റെ നേതൃത്വത്തിൽ കലാസാംസ്കാരിക പരിപാടികൾ നടത്തി. വൈകിട്ട് ചുറ്റുവിളക്ക്, ലഘുഭക്ഷണം എന്നിവ നടന്നു.
യുവമോർച്ച 110 നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കോട് സെന്ററിൽ ആശാവർക്കർമാരെ പൊന്നാടി അണിയിച്ച് അനുമോദിച്ചു. മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ചെമ്പൈ സംഗീതോത്സവത്തിൽ തുടർച്ചയായി 25 വർഷം സംഗീത കച്ചേരി നടത്തിയ പാടും പാതിരി ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലിനെ സംഘാടക സമിതി ആദരിച്ചു. ചെമ്പൈ ഏകദശി സംഗീതോത്സവ കമ്മിറ്റി ചെയർമാൻ ചെമ്പൈ സുരേഷ്, ചെമ്പൈ വിദ്യാപീഠം രക്ഷാധികാരി ഗായത്രി ത്രമ്പാൻ, സെക്രട്ടറി കീഴത്തൂർ മുരുകൻ എന്നിവർ ചേർന്നാണ് പൊന്നാടി അണിയിച്ച് ആദരിച്ചത്. INTUC മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി MA സുബൈർ ധർണ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല മലേശമംഗലം HLP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ വനിതാ സെൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിനിമോൾ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആറാട്ടുപുഴ തീർത്ഥാടനത്തിന്റെ ഭാഗമായി സേലത്തു നിന്നുള്ള 25 പേരുടെ ഭക്തസംഘം ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തി. ക്ഷേത്രവും അനുബന്ധ സാധന സാമഗ്രികളും വൃത്തിയാക്കി ദേവന് സമർപ്പിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.